സംഗമം കഴിഞ്ഞതോടുകൂടി ശബരിമലയോടുള്ള മുഖ്യന്റെ ചിന്താഗതിയൊക്കെ മാറിയിട്ടുണ്ട്. അന്ന് യുവതികളെ കയറ്റി കോടതി വിധി നടപ്പിലാക്കാൻ കാണിച്ച സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കി എന്നേ പറയാനുള്ളൂ എന്നാണ് മുഖ്യൻ പറയുന്നത്. എന്തായാലും ചിന്തകളൊക്കെ ഏതാണ്ട് മാറിമറിഞ്ഞതോടെ ശബരിമല യുവതി പ്രവേശനത്തിന് എതിരായ പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആകെ രജിസ്റ്റർ ചെയ്ത 2634 കേസുകളിൽ 1047 കേസുകൾ പിൻവലിക്കാനാണ് സർക്കാർ കോടതികളിൽ അപേക്ഷ നൽകിയതെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 96 കേസുകൾ കോടതി തന്നെ ഒത്തുതീർപ്പാക്കി. 278 കേസുകൾ വെറുതെ വിട്ടു. 726 കേസുകൾ ശിക്ഷിച്ചു. 692 കേസുകൾ കോടതിയുടെ പരിഗണനയിലാണെന്നുമാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. യുവതി പ്രവേശനത്തിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് BJP പ്രവർത്തകരുടെ തന്നെ തലയിലാണെന്നതിനാൽ അതൊന്നും അത്ര പെട്ടെന്ന് തീർപ്പാക്കാൻ മുഖ്യൻ ശ്രമിക്കുകയുമില്ല എന്നാണ് യാഥാർത്ഥ്യം. ഗുരുതര ക്രിമിനൽ സ്വഭാവമില്ലാത്ത കേസുകൾ എത്രയും വേഗം പിൻവലിക്കുന്നതിനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതത്രേ. കേസുകൾ പിൻവലിക്കുന്നതിന് ഓരോ കേസും പരിഗണിക്കുന്ന കോടതിയുടെ മുൻപാകെ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ടെന്നും മുഖ്യൻ പറയുന്നുണ്ട്. ഇത്രകാലം ഇതിനൊന്നും പുല്ല് വില കൽപ്പിക്കാത്ത ആളാണ്. ഏതാണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തെത്താറാകുമ്പോൾ കേസൊക്കെ പതിയെ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇനി കേസുകൾ പിൻവലിക്കാതെ രക്ഷയില്ലല്ലോ. കാരണം അയ്യപ്പ സംഗമമൊക്കെ നടത്തിയതല്ലേ. അതേസമയം ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ ഭാരം കുറഞ്ഞതിൽ അന്വേഷണം ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് വിജിലൻസ്. ശില്പവും പീഠവുമൊക്കെ ശബരിമല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവർ തന്നെ അടിച്ചുകൊണ്ടു പോകുന്നതാണോ എന്നതാണ് സംശയം. ഹൈക്കോടതിയെ അറിയിക്കാതെയുള്ള പാളികടത്തലും തൂക്കം കുറയലുമൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ ദേവസ്വത്തിന് ഫുൾ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെ സർക്കാരിന് അത്ര വിശ്വാസവുമാണ്. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന മന്ത്രിയുടെ മനസ്സ് കാണാതെ പോകരുത്. വി മുരളീധരൻ പറഞ്ഞ പോലെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ മാത്രം ശബരിമലയിൽ സ്വർണം ആവിയായി പോകുന്ന പ്രതിഭാസമാണ് കുറെ കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്.